പിന്നെ ഹോണുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷനുകളൊക്കെ നിങ്ങളുടെ ഡോഗ്സിനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കമൻ്റായിട്ട് എഴുതണം. ഇനി ഇവിടെ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു ക്രോസിംഗ് ആണ്. ആദ്യം ഇവർ ചെയ്ത് പഠിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇവരുടെ ബോഡി ലാംഗ്വേജ് തന്നെ ഓണേഴ്സിൻ്റെ ഒരു 2-3 ദിവസത്തിൽ ഇപ്പോൾ ഒന്നും കൂടി ചേഞ്ച് ആവും. ഇതിപ്പോൾ എൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 3 വീഡിയോയിൽ ഇതെല്ലാം ഒന്നും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ടാവും. 5 ഡേയ്സാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് അത്രയ്ക്ക് അഗ്രഷൻ ഇല്ലാത്ത ഡോഗുകളൊക്കെ 5 ഡേയ്സാണ് നമ്മൾ ട്രെയിനിങ്ങിന് പറയുന്ന ഒരു ടൈം പീരീഡ്. ഓണേഴ്സും കൂടി നല്ല രീതിയിൽ നമ്മുടെ ഒപ്പം ഉണ്ടാവണം. മോർണിംഗ് ഓർ ഈവനിങ് അല്ലെങ്കിൽ ആരെങ്കിലും ഹാൻഡിൽ ചെയ്യണ ഒരാളുണ്ടാവണം. അപ്പോൾ ഒരു ലാസ്റ്റ് ഇവൻ്റെ ഒരു വീഡിയോയിൽ ഇതിനേറ്റവും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, നല്ല രീതിയിൽ റഷ് ആയിട്ടുള്ള ഏരിയയിലൊക്കെയുള്ള ഒരു വാക്കിങ് നമുക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡോഗ്സുകളുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാ ആൾക്കാർക്കും ഇതിൽ നിന്ന് നല്ല നല്ല ടിപ്സുകൾ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. മേലെന്ന് ആരോ അപ്രീഷിയേറ്റ് ചെയ്തതാണ് അർജുനെ. അപ്പോൾ അവനെ സ്ഥിരമായിട്ട് വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ലീഷ് പുള്ളി ചെയ്യണതും ഇവൻ്റെ ബിഹേവിയറിങ്ങൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, ഒരു ഡോഗ് ലവറായിരിക്കാം. ഇപ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കോൺഫിഡൻസ് വന്നിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മളൊരു 5 ഡേയ്സിൽ നിങ്ങളുടെ അടക്കം ഒരു ട്രെയിനറാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓണേഴ്സ് അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോഗ് എന്തായാലും വെൽ ബിഹേവിങ് ആയി മാറുന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഒരു 5 ഡേയ്സ് കൊണ്ട് നമുക്ക് ഇത്രയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ഡോഗ്സിന് വരുത്താമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിപ്പോൾ എന്താണ് പ്രശ്നം?